ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലത്തിലെ തൂണുകൾക്കിടയിൽ സ്ഥാപിക്കാനെത്തിച്ച കൂറ്റൻ ഗാർഡറുമായി ട്രെയിലർ ലോറി മറിഞ്ഞു. അപകടത്തിൽ ട്രെയിലർ ലോറിയുടെ ചില്ല് തകർന്ന് ഡ്രൈവർക്ക് നിസ്സാര പരിക്കുമേറ്റു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ മുളക്കട ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടമുണ്ടായത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലത്തിലെ തൂണുകൾക്കിടയിൽ സ്ഥാപിക്കാനെത്തിച്ച കൂറ്റൻ ഗാർഡറുമായി ട്രെയിലർ ലോറി മറിഞ്ഞു. ക്യാബിന്റെ ചില്ല് തകർന്ന് ഡ്രൈവർക്ക് നിസ്സാര പരിക്കുമേറ്റു. തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായത്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ മാളികമുക്ക് മുളക്കട ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത്. നിർമ്മാണത്തിലിരിക്കുന്ന രണ്ടാം ബൈപ്പാസ് മേൽപ്പാലത്തിന്റെ 3-4 തൂണുകൾക്കിടയിൽ കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ച് മുകളിൽ സ്ഥാപിക്കാൻ ട്രെയിലർ ലോറിയിൽ എത്തിച്ച 100 ടൺ ഭാരമുള്ള കൂറ്റൻ ഗർഡറാണ് തകർന്നത്. നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിൽ നേരത്തെ മണ്ണിട്ട് മൂടിയ ഓടയുടെ സ്ലാബ് തകർന്ന് ഗർഡർ കയറ്റിയ ട്രെയിലർ മറിയുകയായിരുന്നു. വലതു ഭാഗത്തേക്ക് നിലംപൊത്തിയ ട്രെയിലറിൽ നിന്ന് താഴേക്ക് പതിച്ച ഗർഡർ രണ്ടായി തകർന്നു. സമീപത്തെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്ത ഓട്ടോയുടെ ഒരു ഭാഗവും തകർന്നിട്ടുണ്ട്. കനാൽ വാർഡ് പുത്തൻപുരയ്ക്കൽ PK നസീറിന്റെ ഓട്ടോയാണ് തകർന്നത്. ഈ വീട്ടിലേക്ക് വെള്ളം വാങ്ങാൻ ബൈക്കിലെത്തിയ നസീറിന്റെ ബന്ധു ആറാട്ടുപുഴ സ്വദേശി നൌഷാദ് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ട്രെയിലർ മറിയുന്നത് കണ്ട് ഇയാൾ ഓടി മാറുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ട്രെയിലർ ഓടിച്ചിരുന്ന UP സ്വദേശിയായ രാധേഷ് ശ്യാമിനാണ് പരിക്കേറ്റത്. ഇയാളെ ആലപ്പുഴ ജലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കൂറ്റൻ ഗർഡർ മുറിച്ചു മാറ്റിയാണ് ട്രെയിലർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. അപകടത്തിനിടെ ട്രെയിലറിന്റെ മുൻവശത്തെയും ക്യാബിന്റെയും ചില്ലുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് കാന വേണ്ടവിധം ഉപയോഗിക്കാതെ അലക്ഷ്യമായി മണ്ണിട്ട് മൂടിയ ദേശീയപാത അധികൃതരുടെ അനാസ്ഥയാണ് അപകട കാരണമെന്നും നാട്ടുകാർ പറയുന്നു. ഓട്ടോറിക്ഷ അവിടെ വരികയും ഒരു നെല്ലട മാറുകയും ചെയ്തുകൊണ്ട്, ഇല്ലെങ്കിൽ ആ ഓട്ടോറിക്ഷയിലിരുന്ന ആളും മരണപ്പെടും, ഓട്ടോറിക്ഷ ഡ്രൈവറും മരണപ്പെടും. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഉദാഹരണവും അതുതന്നെ കാണ മണ്ണിട്ട് മൂടിയിട്ടിരിക്കും. കാണയുടെ കമ്പിയെല്ലാം ഇവിടുത്തെ നാട്ടുകാരെ എടുത്തതിന് ശേഷം വെറും സ്ലാബ് എടുത്ത് മാറ്റിയിട്ട് അതിന്റെ കമ്പി എടുത്തിനും പോയിരിക്കുകയാണ്. ആ കാണയിൽ കൂടെയാണ് ഈ 40 ടൺ വലിപ്പമുള്ള സാധനം ഓടിച്ചു പോകുന്നത്. ആ കാണയിൽ ഇരുന്നതാണ് വണ്ടി. ആ വണ്ടി മറിയുകയും സാധനം ഒടിയുകയും ചെയ്തു. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ കൊടുക്കണം. സുരക്ഷയില്ലാതെയാണ് ഇവിടുത്തെ ജീവിതം ഈ ബൈപ്പാസ് വന്നതിന് ശേഷം. സ്ലാബിട്ട് മൂടാത്ത രീതിയിൽ പ്രദേശത്ത് ഇപ്പോഴും ഓടകളുണ്ട്. ഇതൊന്നും നോക്കാതെയാണ് വലിയ ഭാരവാഹനങ്ങൾ നിർമ്മാണ സ്ഥലത്തെത്തുന്നത്. 1.5 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് നിർമ്മാണത്തിലിരിക്കുന്ന ബൈപ്പാസിൽ അപകടമുണ്ടാകുന്നത്. കഴിഞ്ഞ മാസം 3-ന് ആലപ്പുഴ ബീച്ചിലെ വിജയ് പാർക്കിന് സമീപം നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലത്തിൽ നിന്ന് 4 കൂറ്റൻ ഗർഡറുകൾ തകർന്നു വീണ് വലിയ ദുരന്തമുണ്ടായിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.